അമ്മച്ചി ഫുൾ ബെഡിലായി പോയായിരുന്നു. മലവും മൂത്രവും എല്ലാം ബെഡിലായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് 10-40 ദിവസം ഞങ്ങൾ വണ്ടാനത്ത് ഓപ്പറേഷനായിട്ട് കിടന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അമ്മച്ചി എണീറ്റ് നടക്കാൻ സാധ്യതയില്ല, തളർന്നു പോകാൻ മാത്രമാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ MRI സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടിൽ അത് ക്യാൻസർ ആകാൻ നല്ല സാധ്യതയുണ്ടെന്ന് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. ഞങ്ങൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മച്ചി തളർന്നും പോകരുത്, എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ഉണ്ടാകുകയും ചെയ്തതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം അമ്മച്ചിയുടെ നടുവിൽ ഞാൻ തൂത്തു കൊടുക്കുമായിരുന്നു. അമ്മച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകം അരയിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റ് വെച്ച് കെട്ടും, പ്രാർത്ഥിക്കാൻ നേരം എടുക്കും, വീണ്ടും അത് അരയിൽ ബെൽറ്റിൽ കെട്ടി ധരിച്ചാണ് അമ്മച്ചി കട്ടിലേക്ക് കിടന്നിരുന്നത്. അതിൻ്റെ ഫലമായി അച്ഛൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഫോണിൽ ഞാൻ അമ്മച്ചിക്ക് വെച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി പ്രാർത്ഥനയുടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെയും ഫലമായി അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മച്ചി നടക്കുകയും ഡോക്ടർ അപ്പം തന്നെ പുറത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മൾ പേടിച്ചതുപോലെ ഒരു കുഴപ്പവുമില്ല, അമ്മച്ചിക്ക് ക്യാൻസറിൻ്റെതായ ഒരു കുഴപ്പങ്ങളുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ അതിൽ നിന്നും അമ്മ കടകയറ്റി. അതിനമ്മയ്ക്ക് നന്ദി പറയുന്നു. വീണ്ടും അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം 3 മാസമായപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 5ാമത്തെ വാരിയലിന് പൊട്ടലുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നില്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ആരോ പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത ആരെങ്കിലും എന്നോട് പറയണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ, എന്നാൽ മാത്രമേ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയുള്ളൂ മാതാവേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ലിഫ്റ്റിൽ ഒരു 10-12 പേരിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ലിഫ്റ്റിൽ നിന്ന് തന്നെ വഴക്കിട്ടു, ഡോക്ടർ പറഞ്ഞ കേൾക്കാതെ നീ പോകല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 10-12 പേരിൽ ആരും മിണ്ടിയില്ല. ഒരു സ്ത്രീ മാത്രം അമ്മച്ചിയോട് കാര്യം ചോദിച്ചു, എന്താണ്? അപ്പോൾ അമ്മച്ചി കാര്യം പറഞ്ഞു, ഇങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ആവുന്നില്ല. അപ്പോൾ അവർ വളരെ അധികാരമുള്ള ഒരു സ്വരത്തിൽ എന്നെ അവർ വഴക്കിട്ടു, നീ ഇവിടെ ഡോക്ടർ പറയാതെ കേൾക്കാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാൽ നിന്നെ അവർ സ്വീകരിക്കുമോ, അതുകൊണ്ട് വേഗം പോയി ബുക്ക് എടുത്ത് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പുറത്ത് വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ ആ സ്ത്രീ വീണ്ടും എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തു. ഞാൻ ആ ചേച്ചി വിളിച്ചു, ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ, ചേച്ചി ഉടമ്പടി എടുത്തതാണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി വേഗം സാരിയുടെ ഇടയ്ക്ക് ഇങ്ങനെ മാല ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ലോക്കറ്റ് ആ ചേച്ചിയുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ മാളെ, എൻ്റെ മാതാവാണ് എനിക്കല്ല, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. ഒത്തിരി പ്രഷർ കൊടുത്തിട്ടും മൂത്രം വരുന്നില്ല. ഒരു 1-2 തുള്ളി, അതും നല്ല കടും മഞ്ഞയും ചുവപ്പും കലർന്ന കളറിൽ 1-2 തുള്ളി മൂത്രം വന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നിട്ട് എനിക്ക് കിടന്നപ്പോൾ തൊട്ട് എൻ്റെ കാലിൻ്റെ വെള്ള തൊട്ട് തണുത്ത് മരവിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കൃപാസനം ഹീലിംഗ് പ്രെയർ എന്ന് ഫോണിൽ അടിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന വന്നു. ആ പ്രാർത്ഥനയിൽ ആദ്യം അച്ഛൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നു. അങ്ങനെ അതുകൂടി അടുത്ത പ്രാർത്ഥന അച്ഛൻ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ശ്വാസത്തിൻ്റെ എന്തോ പ്രശ്നം ഇവിടെ തടസ്സമുള്ളതുകൊണ്ടാണ് ഭക്ഷണം കീഴ്പോട്ട് ഇറങ്ങാത്തതെന്ന്. അങ്ങനെ ഈ 2 പ്രാർത്ഥനയും കരഞ്ഞുകൊണ്ട് ഞാൻ കൂടി, നാളെ എന്നെ വേറെ എങ്ങോട്ടും ആശുപത്രിയിലോട്ട് മാറ്റാൻ ഇടയാക്കരുത്, എനിക്ക് എന്ത് തന്നെയാണെങ്കിലും അമ്മ മാതാവ് എനിക്കിത് മാറ്റി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തപ്പോൾ നമ്മുടെ നോർമൽ കളറിൽ അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല.